ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ്, നമ്മളിന്ന് ജിമ്മിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് പവറായാണ് ഗൈസ്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. പവറാണ്, സിക്സ് പാക്കൊക്കെ വെച്ച്. ഈ വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വണ്ടി ഓട്ടിക്കാൻ വയ്യ ഗൈസ്. ഞാൻ എന്തോ കണ്ടു ഗൈസ്, അതാണ് ഞാൻ ഇറങ്ങിയത്. എന്തോ വലിയൊരു ജീവിയാണ് ഗൈസ്, ഗോഡ്സില്ല പോലത്തെ. വിളിച്ച് നോക്കാം, ഗോഡ്സില്ല പോലെയാണെങ്കിൽ അത് ഫയർ ചെയ്യൂലേ ഗൈസ്. നമുക്ക് സ്നൈപ്പർ വെച്ച് നോക്കാം ഗൈസ്. അത് ഗോഡ്സില്ല തന്നെ ഗൈസ്. അത് എന്നെ കാണാതിരുന്ന ഭാഗ്യമല്ലേ ഗൈസ്. നമുക്ക് സ്ട്രെയിറ്റ് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ വീട്ടിൽ പോയി നോക്കാം ഗൈസ്. അങ്ങേരയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രതിവിധിയൊക്കെ കാണും. നമുക്ക് നേരെ ഫ്രാങ്ക്ലിൻ എൻ്റെ വീട്ടിൽ പോകാം ഗൈസ്. ഫ്രാങ്ക്ലിൻ പിന്നെ അല്ലെങ്കിൽ ഗൈസ് നമുക്ക് വിളിച്ച് നോക്കാം ഗൈസ് അവനെ. ഫ്രാങ്ക്ലിൻ എൻ്റെ നമ്പർ വിളിച്ച് നോക്കാം ഗൈസ്. ഫ്രാങ്ക്ലിനെ വിളിച്ച് ഗൈസ്. ഫ്രാങ്ക്ലിൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തരി, അങ്ങേരെ വീട്ടിലില്ല, പക്ഷേ അങ്ങേരെ ഒരു സ്പെഷ്യൽ ബുള്ളറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഷോട്ട് ഏറ്റ് കഴിഞ്ഞാൽ ചത്തു പോകുന്നതാണ് ഗൈസ്. നമ്മളങ്ങനെ ഫ്രാങ്ക്ലിനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം ഗൈസ്. ബുള്ളറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വീടിച്ചിരി വലുതാണ്. മൈക്കിൾ മാമൻ്റെ ഉണ്ട് ഗൈസ്. കാരണം നമുക്ക് 2 ബുള്ളറ്റേ നമ്മൾ എവിടെ നിന്ന് എടുത്തുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഇനിയും ബുള്ളറ്റ് ആവശ്യം വരും. പിന്നെ ഗൈസ് നമ്മളെ ഗണ്ണിലൊക്കെ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ മൈക്കിൾ മാമൻ്റെ വീട്ടിലും പോയിട്ട് വരാം. അപ്പുറത്താണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഇച്ചിരി 500 മീറ്ററൊക്കെ കാണും. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ചാടിക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് അങ്ങനെ വീട്ടിൽ താറുമുണ്ടോ? മൈക്കിൾ മാമനും ഫ്രാങ്ക്ലിൻ മാമനും കൂടിയാണ് പോയത് ഗൈസ്. അണ്ണൻ അങ്ങേരെ താറും എടുത്തിട്ടുണ്ട്, നമ്മൾ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൈക്കിൽ ഒരുത്താൻ പോയത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. അതോ കാറിലും പോകണം. ഇവിടെ നിന്ന് നിൽക്കല്ലേ, ഗോഡ്സിൽ വരും ഇപ്പോൾ. അങ്ങനെ ഗൈസ് അവൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ AK-47 എടുത്തിട്ടുണ്ട് ഗൈസ്. AK-47 അതിലാണ് ബുള്ളറ്റ് ഇച്ചിരി കൂടുതലുള്ളത് ഗൈസ്. അവ പക്ഷേ ഇവിടെ എവിടെയാണ് ഞാൻ കണ്ടതാണല്ലോ, ആ വലിയ ഗ്രൗണ്ടിൽ. അവൻ നമ്മളെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഗൈസ്. നമുക്ക് മിഷ്യൻ കണ്ണ് ചോദിക്കണം, അത് ഇത് വെച്ച് ചോദിക്കണം. എനിക്കൊരു സംശയമുണ്ട്. എന്തെങ്കിലും ഒരു സൗണ്ട് ഗൈസ്. ഗൈസ് തോണ്ട ഒരു തൈ, അവൻ തന്നെ തിരിഞ്ഞു പോയി ഗൈസ്. അവനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഗൈസ്. ചാവണില്ല ഗൈസ്, ചാവണില്ല ഗൈസ്. നമുക്ക് സ്നൈപ്പർ ഉപയോഗിച്ച് നോക്കാം. ഒറ്റ പിടിച്ചെത്താ ഒറ്റ പിടിച്ചത് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഇവനെ സംസ്കരിക്കണ്ടേ, കാരണം ഏതായാലും ചത്തയില്ല. ചിലപ്പോൾ റീജനറേറ്റ് ആയി തിരിച്ചു വന്നാല ഇവന്മാരാണ് ആൾക്കാർ. ചിലപ്പോൾ മാഞ്ഞു വരെ പോവും. സ്റ്റിക്കി ബോംബൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് എറിഞ്ഞു നോക്കാം. എറിഞ്ഞ് തന്നെ ചിലപ്പോൾ മാഞ്ഞു പോകും ഗൈസ്, എനിക്ക് സംശയമുണ്ട്. പറഞ്ഞില്ല, അതിന് മുമ്പേ മാഞ്ഞു പോയി ഗൈസ്. അപ്പം ഗൈസ് ഇനി അവന്മാർ വരൂലായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും പോവാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് എല്ലാവർക്കും ഗുഡ് ബൈ.